സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷാർജ ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകൾ, ഫിഷ് മാത്രമല്ല എല്ലാ സാധനങ്ങളും, ബീഫ്, ചിക്കൻ, അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ്, നട്ട്സ്, ഈത്തപ്പഴം, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്ന വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. മീറ്റിൻ്റെ ഏരിയയിലാണ് നമ്മൾ ആദ്യം വന്നത്. മൊത്തം മീറ്റ് സെക്ഷനാണ്. സൂക്കൽ ജുബൈൽ എന്നാണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഇവിടെ ഷാർജയിലുള്ളവരൊക്കെ, നമ്മൾ യു എയിലുള്ള ആൾക്കാരെല്ലാം ഷാർജ ഫിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ മച്ചി മാർക്കറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. 4 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഏരിയ വലിപ്പം വരുന്നത്. പിന്നെ പല പല സെക്ഷനായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓരോന്നിനും ഓരോരോ സെക്ഷനായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു ഏരിയ, ഫിഷിനൊരു ഏരിയ, മീറ്റിന് വേറൊരു ഏരിയ, പിന്നെ പൗൾട്രി സെക്ഷനുണ്ട്. അങ്ങനെ പല പല സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. സ്റ്റാഫുകളായിരുന്നാലും ആ ഏരിയ ആയിരുന്നാലും നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല വൃത്തിയാണ്. എപ്പോഴും നല്ല ക്ലീനാക്കി ഇടുന്ന സ്ഥലമാണ്. ഷാർജ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മളെ നാട്ടിലെ മാതിരി പൈസ കൊടുത്ത് ഈ വിൽക്കാൻ നിൽക്കുന്നവരെ തന്നെ പൈസ കൊടുത്തല്ല മേടിക്കുന്നത്. ഇവിടെ നമ്മളൊരു മീൻ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഒരു ടോക്കൺ തരും. ആ ടോക്കൺ കൊണ്ട് നമ്മൾ ബില്ല് പേ ചെയ്യണം. അത് വേറെ ക്യാഷിൽ കൊണ്ടുപോയി ബില്ല് പേ ചെയ്തിട്ട് ആ ക്യാഷ് റിസീവ് ചെയ്തതിൻ്റെ പേപ്പർ കൊണ്ട് കാണിച്ചാൽ മാത്രമേ ഇവിടുന്ന് മീൻ തരുള്ളൂ. നമുക്ക് കട്ട് ചെയ്താണ് തരേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 2 ദിർഹംസ് കൂടി കൊടുക്കേണ്ടി വരും. എന്നിട്ട് കട്ട് ചെയ്യുന്ന സെക്ഷൻ വേറെയാണ്. അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം അവർ കട്ട് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുക. വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ടോക്കൺ നമ്പർ അനുസരിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ റിസീവ് ചെയ്യാനുള്ള സ്ഥലത്തുനിന്ന് മേടിക്കുക. അങ്ങനെ എല്ലാം നല്ല രീതിയിലാണ് ഈ ഫിഷ് മാർക്കറ്റ് പോകുന്നത്. ഇതാദ്യം ഒരു പഴയ ഫിഷ് മാർക്കറ്റായിരുന്നു. പിന്നീട് പുതുക്കി ഇത്രയും വലുതാക്കിയത് 2015 ഇത് പുതുതായിട്ട് ഓപ്പൺ ആക്കിയത്. പിന്നെ അൽജുബൈൽ ബസ് സ്റ്റേഷൻ ഇതിനടുത്താണുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ്. പലർക്കും ഇവിടെ ബസ്സിൽ വരാം. ബസ്സിൽ വന്നു കഴിഞ്ഞാൽ തൊട്ട് ഒരു 5 മിനിറ്റ് പോലും നടക്കേണ്ട അത്ര അടുത്താണ് ഈ ഫിഷ് മാർക്കറ്റ് ഉള്ളത്. റോള മാൾ അടുത്താണ്. പിന്നെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഗിന്നസ് റെക്കോർഡുള്ള നമ്മുടെ ഫ്ലാഗ്, UAEയുടെ ഫ്ലാഗ് സ്ഥിതി ചെയ്യുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ഏറ്റവും വലിയ ഫ്ലാഗാണത്. ടൈം പാസിന് വേണ്ടി അക്വേറിയം എല്ലാം ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഉണക്കമീനാണ്. പാക്കറ്റായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഉണക്കമീനാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നത് 90% മലയാളികളാണ്.
കട്ട് ചെയ്യാനായിരുന്നാലും വിൽക്കാനായിരുന്നാലും എല്ലാത്തിലും കൂടുതലും മലയാളീസാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ക്യാഷ് കൗണ്ടർ. ഇവിടെ നമ്മൾ ക്യാഷ് അടച്ചതിന് ശേഷം ആ ബില്ല് റിസീവ് ചെയ്ത സ്ലിപ്പ് കൊണ്ട് കാണിച്ചാൽ മാത്രമേ മീൻ കിട്ടുള്ളൂ. ഇതിനകത്താണ് നമ്മൾ കട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. ഇതിനകത്ത് മൊത്തവും കട്ട് ചെയ്യുന്ന ഏരിയയാണ്. നല്ല വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ക്ലീനാക്കി തരും. കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവിടെ തറ ക്ലീൻ ആക്കുന്നതും. അതിന് വേറെ വേറെ ആൾക്കാരുണ്ടാവും. വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് അവിടെ അക്വേറിയം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടൈം പാസിന് വേണ്ടിയിട്ട്. ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത മീൻ മേടിക്കാനുള്ള സ്ഥലം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗ്രാൻഡ് മാളുണ്ട്, ഒരു വലിയൊരു മാളുണ്ട്, ഹൈപ്പർ മാർക്കറ്റാണ്. ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷനാണ്. പച്ച ഈത്തപ്പഴമാണത്. പച്ച ഈത്തപ്പഴവും ഉണക്കിയ ഈത്തപ്പഴവും ഉണ്ട്. ഇതെല്ലാം നട്ട്സ് ഐറ്റംസുകളാണ്. നാട്ടിൽ പോകുന്നവരെല്ലാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. നല്ല ഫ്രഷ് ഈത്തപ്പഴമൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതും പല പല വെറൈറ്റി സാധനങ്ങൾ, ഓരോന്നിനും പല പല വിലയാണ്. ഇതെല്ലാം മലയാളികളാണ് കച്ചവടം ചെയ്യുന്നത്. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും മലയാളികൾ തന്നെയാണ്. ഇത് ഹണിയാണ്, തേനാണ്. പല പല കൺട്രീസിലെ തേനുകളാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് കയറി കഴിഞ്ഞാലുള്ള ഏരിയ ആണ്. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇതാണ്
പുറത്തോട്ടുള്ള ഒരു വ്യൂ. നേരെ കാണുന്നിടത്താണ് ബസ് സ്റ്റേഷനും എല്ലാം വരുന്നത്. ഇതാണ് വേൾഡിലെ ഏറ്റവും വലിയ ഫ്ലാഗ്. പിന്നെ അവിടെ കടലൊക്കെ ബാക്കിൽ കൂടെ തന്നെ പോയിട്ടുണ്ട്. നല്ല വ്യൂ ആണ് കാണാനായിട്ട്. ഈവനിങ്ങിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. നല്ല വ്യൂ കിട്ടും. ഫ്ലാഗൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ഫിഷ് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.